Hello all, welcome to my YouTube channel. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് The Willow Song from the play Othello, and it was written by William Shakespeare. William Shakespeare is a great playwright, a great poet, great actor, and he was born in the year 1564, and പിന്നെന്താണ് ബർത്ത്ഡേ എന്ന് പറയുന്നത് 23rd ഏപ്രിലാണ്. മരിച്ചത് 1616 മരിച്ചത്. ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ ആൻഡ് റോഡ് 38 പ്ലേസ് എഴുതിയിട്ടുണ്ട്, 154 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്, 2 ലോങ് പോയംസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ 38 പ്ലേസ് ആണ് ഇദ്ദേഹത്തിന്റെ ലെഗസി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരുപാട് ഫിലിം അഡാപ്റ്റേഷൻസും അല്ലാതെ തന്നെ ഒരുപാട് കൾച്ചേഴ്സിലോട്ടും ഒരുപാട് ജാണേഴ്സിലോട്ടും ഒക്കെ ഈ പ്ലേസ് ഒരുപാട് അഡാപ്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, പിന്നെ ഫിലിംസ് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഒഥല്ലോ എന്നുള്ള ട്രാജിക് പ്ലേയിലെ ഒരു സോങ് ആണ് ദ വില്ലോ സോങ് എന്ന് പറയുന്നത്. ഈ ഒഥല്ലോയിൽ തന്നെ നമ്മുടെ മലയാളത്തിലോട്ട് പിന്നെ ഫിലിം അഡാപ്റ്റ് ചെയ്ത സിനിമയാണ് കളിയാട്ടം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിയുടെ മഞ്ജു വാര്യരുടെ. ഓക്കെ, പിന്നെ ഈ സോങ്ങിനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒഥല്ലോ എന്നുള്ള പ്ലേയിനെ കുറിച്ച് കുറച്ച് പറയണം. അപ്പം ഒഥല്ലോയ്ക്ക് പിന്നെ 2 കൂട്ടുകാരാണുള്ളത്, കാഷിയോയും അതുപോലെ തന്നെ ഇയാഗോയും. കാഷിയോയെ ഒഥല്ലോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡർ ഇൻ ചീഫ് ആക്കി മാറ്റി. ഒഥല്ലോ ഈസ് ആക്ച്വലി എ ബ്ലാക്ക് ഒറിജിൻ മാൻ ആണ് കേട്ടോ, ഒരു ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽ പെട്ടൊരു ഒരു മനുഷ്യനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഒഥല്ലോ സീക്രറ്റ്ലി ആണ് ഡെസ്ഡിമോണ എന്നുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒഥല്ലോയ്ക്ക് ഈ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് നല്ല ക്വാറലിംഗ് ആണ് കേട്ടോ, പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇയാഗോ മോഹിച്ചിരുന്ന പോസ്റ്റാണ് കാഷിയോയ്ക്ക് ഒഥല്ലോ കൊടുത്തത്. അപ്പം ഇയാഗോ എന്ത് ചെയ്യൂ, ഇതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇയാഗോയുടെ വൈഫിൻ്റെ അടുത്ത്, അതായത് എമീലിയെ എടുത്ത് പറഞ്ഞിട്ട് ഡെസ്ഡിമോണയുടെ ഒരു കർച്ചീഫ് എടുത്ത് കാഷിയോയുടെ റൂമിലോ അല്ലെങ്കിൽ കാഷിയോയുടെ കയ്യിലോ അങ്ങോട്ട് കൊടുത്തിടും. എന്നിട്ട് നമ്മുടെ കാഷിയോയും അതുപോലെ തന്നെ ഡെസ്ഡിമോണയും തമ്മിൽ അടുപ്പത്തിലാണെന്നും ഈ വൈഫ്, അതായത് നമ്മുടെ ഡെസ്ഡിമോണ എന്ന് പറയുന്ന അൺഫെയ്ത്ത്ഫുൾ വൈഫാണെന്നും പറഞ്ഞ് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും ഒഥല്ലോയുടെ അടുത്ത്. ഒഥല്ലോ ഇതെല്ലാം വിശ്വസിക്കും. ഹാൻഡ് കർച്ചീഫിൻ്റെ കാര്യം വരുമ്പോഴും വിശ്വസിക്കും. അപ്പോഴത്തേക്ക് ഉറച്ച വിശ്വാസമാവും. എമീലിയയ്ക്കാണെങ്കിൽ ഇത് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇയാഗോ പറഞ്ഞ ഉടനെ എമീലിയ ഡെസ്ഡിമോണയായിട്ട് നല്ല അടുപ്പത്തിലായതുകൊണ്ട് ഹാൻഡ് കർച്ചീഫ് ഇയാൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ഇവർക്ക് അറിയത്തില്ല കാഷിയോയുടെ കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ കാഷിയോയുടെ റൂമിലെങ്ങാനും കൊണ്ടിട്ടാലും മതിയല്ലോ, അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് കാണിക്കാൻ ആ സമയത്തൊക്കെ. അങ്ങനെ കൊണ്ട് ഒഥല്ലോ സംശയിക്കുകയും ഈ ഒരു പാട്ടിന് ശേഷം, നമ്മുടെ വില്ലോ സോങ് എന്നുള്ള പാട്ടിന് ശേഷം ഒഥല്ലോ എന്ത് ചെയ്യാനാണ്, ഡെസ്ഡിമോണയെ കഴുത്തും ചിരിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇയാഗോയുടെ വൈഫായിട്ടുള്ള എമീലിയ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഇയാഗോ ഫെൽറ്റ് ബിട്രേഡ്. അപ്പോൾ ഇയാഗോ എന്തു ചെയ്തു, സ്വന്തം വൈഫിനെ കുത്തിക്കൊന്നു. ഈ പാട്ടെന്ന് പറയുന്നത് ഒരു ഫോക്ക് ബാലഡ് സോങ് ആണ്. ആ സോങ് എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ഡിമോണ വിഷമിച്ച് പാടുന്ന ഒരു പാട്ടാണ്. ഇതൊരു സോങ് ഓഫ് ലെമന്റേഷൻ ആണ്, ഒരു ബ്രേക്കപ്പ് സോങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു സൂപ്പ് സോങ് എന്ന് പറയാം. അപ്പോൾ ആ ബ്രേക്കപ്പ് സോങ് എന്നകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് അവളെ ബിട്രേ ചെയ്ത് കളഞ്ഞിട്ട് പോയി. ഇതാണ് ആ പാട്ടിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ പാട്ട് പാടുന്നത് ആരാണ്, ഡെസ്ഡിമോണയാണ്. ഡെസ്ഡിമോണയ്ക്കും ഇപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നിൽക്കുവാണ് ഡെസ്ഡിമോണയും. കാരണം ഡെസ്ഡിമോണ ബെഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഉറങ്ങാൻ വേണ്ടി ബെഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഹസ്ബൻഡിന് വേണ്ടി. അപ്പം ഒഥല്ലോ ഉറങ്ങാൻ വരുമെന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒഥല്ലോ വരുന്നത് ഈ ഒരു പാട്ടിന് ശേഷം ഇവിടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ്. സോ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ട്രാജഡിയെ കുറിച്ചുള്ളൊരു സൂചനയാണ് നമുക്ക് തരുന്നത്. ഷേക്സ്പിയറിന്റെ ഓൾമോസ്റ്റ് ഓൾ ദ പ്ലേസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇങ്ങനെയുള്ള സോങ്സ് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ക്ലൂ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതേ ട്രാജിക് ഫേറ്റ് തന്നെയാണ് എമീലിയയ്ക്കും, അതായത് നമ്മുടെ ഡെസ്ഡിമോണയ്ക്കും വരുന്നതും എമീലിയയ്ക്കും സംഭവിക്കുന്നത്. അതായത് എമീലിയ സത്യം തുറന്ന് പറയുമ്പോഴത്തേക്കും എമീലിയയും ഹസ്ബൻഡ് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ടിനകത്ത് അല്ലെങ്കിൽ ഈ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം 2 ഇന്നസെന്റ് ആയിട്ടുള്ള സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാർ കൊല്ലുകയാണ് ചെയ്യുന്നത്. പാട്ടിനകത്തും അത് തന്നെയാണ് ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ആ സ്ത്രീയെ ഒരു ലവർ ബിട്രേ ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ഈ പാട്ട് ഡെസ്ഡിമോണയുടെ അമ്മയുടെ മെയ്ഡായിട്ടുള്ള ബാർബറയാണ് പാടിക്കൊടുത്തത്. കാരണം ബാർബറയ്ക്ക് ഇതുപോലൊരു ഫേറ്റ് വന്നിട്ടുണ്ട്. ബാർബറയെ സ്നേഹിച്ച ഇയാളെ അവരെ കളഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയി. ഓക്കെ, ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് ആണ്. വില്ലോ സോങ് എന്ന് പറയുന്നത് ഒഥല്ലോയിലെ ആക്ട് 4 സീൻ 3 ഹാപ്പൻ ചെയ്യുന്നതാണ്. ഇയാഗോ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒഥല്ലോയുടെ അടുത്ത് പറയുവാണ് ഡെസ്ഡിമോണയെ കുറിച്ച്. അങ്ങനെ ഡെസ്ഡിമോണയെ ഒഥല്ലോ സംശയിക്കുകയും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് കാഷിയോയുടെ അടുത്ത് പോയി വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒഥല്ലോ വൈഫിന്റെ അടുത്തും വഴക്കുണ്ടാക്കി. ആ വഴക്കുണ്ടാക്കിയത് സഹിക്കാൻ വയ്യാതാണ് ഇവർ ഈ പാട്ട് പാടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പാടുന്നത്. അതായത് എന്നെ സംശയിച്ചു എന്ന് പറഞ്ഞിട്ട്. ആൻഡ്
എന്നിട്ട് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോയി ഇറങ്ങിപ്പോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ആ സങ്കടപ്പെട്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണ് ബെഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ആൻഡ് എമീലിയുടെ അടുത്ത് ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ബാർബറയുടെ സിറ്റുവേഷനും പറയുന്നുണ്ട്. ഡെസ്റ്റിമോണിയ ഇപ്പോൾ ബാർബറയുടെ അല്ലെങ്കിൽ ആ പാട്ടിനകത്തുള്ള ആ സ്ത്രീയുടെ അതേ സിറ്റുവേഷനിലാണുള്ളത്. വളരെ ഇന്നസെൻ്റ് ആണ്, ചേസ്റ്റ് ആണ്. പക്ഷേ ഹസ്ബൻഡ് ആവശ്യമില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് സംശയിച്ച് അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവളുടെ ആ ഒരു ചേസ്റ്റിറ്റിയെ സംശയിച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അൺഫെയ്ത്ത്ഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഈ ഒരു പാട്ടിനകത്ത് പറയുന്നത്, മൈ മദർ ഹാഡ് എ മെയ്ഡ് കോൾ ബാർബറി. അതായത് എൻ്റെ അമ്മയ്ക്ക് ബാർബറി എന്ന് പറഞ്ഞൊരു മെയ്ഡ് ഉണ്ടായിരുന്നു. അവൾ ഒരു ലവ് അഫെയറിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ സ്നേഹമായിരുന്നു, മാഡായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ കളഞ്ഞിട്ട് പോയി. അങ്ങനെ അവൾ പാടിയ പാട്ടാണ് വില്ലോ എന്നുള്ള ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അതൊരു പഴയ പാട്ടാണ്. പക്ഷേ അതിനകത്ത് അവളുടെ ഫോർച്യൂൺ അല്ലെങ്കിൽ അവൾക്ക് സംഭവിച്ച ഫേറ്റിനെ കുറിച്ചാണ് അവൾ പാടിയത്. അവളത് പാടിപ്പാടിയാണ് ഈ ബാർബറ എന്ന് പറയുന്ന ഈ മെയ്ഡ് മരിച്ചത്. അപ്പം ഞാൻ ഇന്ന് ഈ പാട്ട് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം എന്താണ്, ഞാനും അതേ ഫേറ്റിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ പറയുകയാണ്, എൻ്റെ കൈ എൻ്റെ നെഞ്ചത്ത് ഞാൻ ഇങ്ങനെ വെച്ച് തല എൻ്റെ മുട്ടിലിങ്ങനെ വെച്ച് ഞാൻ പാടിക്കൊണ്ടിരിക്കുവാണ് ഈ വില്ലോ എന്നുള്ള പാട്ട്. എൻ്റെ കണ്ണുനീരിലൂടെ, അതായത് എൻ്റെ കണ്ണിലൂടെ ഫ്രഷ് സ്ട്രീംസ് ഒഴുകുന്നുണ്ട്, അതായത് കണ്ണുനീരൊഴുകുന്നുണ്ട്. ഞാനും അവളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ. സോൾട്ട് ടീയേഴ്സാണ് എൻ്റെ കണ്ണീരിൽ നിന്നും അല്ലെങ്കിൽ അവളുടെ കണ്ണിൽ നിന്നും വന്ന് വീണത്. എന്നിട്ട് അത് ഇങ്ങനെ ഞാൻ ആ വില്ലോ സോങ് എന്നുള്ള വില്ലോ 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 എന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുവാണ്. അദ്ദേഹം ഇപ്പോൾ വരും ഉടനെ തന്നെ. ആൻഡ് എന്നിട്ട് പറയുവാണ്, ഇപ്പം എന്നെക്കുറിച്ച് എന്ത് അനാവശ്യം വേണമെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞോട്ടെ, പക്ഷെ ഒരിക്കലും വേൾഡ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യരുത്, ഡിസപ്രൂവ് ചെയ്യരുത് അല്ലെങ്കിൽ വെറുക്കരുത് എന്ന് പറയുവാണ്. ലെറ്റ് നോബഡി ബ്ലെയിം ഹിം എന്നാണ് ഡെസ്റ്റിമോണ വിഷമിച്ചുകൊണ്ടും പാട്ട് പാടുന്നത്. അതായത് ഒഥല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതെൻ്റെ ഹസ്ബൻഡാണ്. സോ ആരും ഞാൻ ഒഴിച്ച്, അതായത് ഞാൻ പോലും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ വേൾഡും അതിനുവേണ്ടി അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മുടെ ഡെസ്റ്റിമോണ പറയുന്നത് അല്ലെങ്കിൽ പാടുന്നത്. ആൻഡ് പിന്നെ ഡെസ്റ്റിമോണയുടെ സിറ്റുവേഷനും ബാർബറയുടെ സിറ്റുവേഷനോടെ കമ്പയർ ചെയ്തിട്ട് വേണം എപ്പോഴും എഴുതാനെന്ന് പറയുന്നത്. ഡെസ്റ്റിമോണ ബിലീവ് ചെയ്തിരിക്കുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒഥല്ലോയ്ക്ക് ഇഷ്ടമാണെന്നും പിന്നെന്താണ് ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഒഥല്ലോ വന്ന് ഇവളുടെ അടുത്ത് സംസാരിച്ച് എല്ലാം റെഡിയാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഡെസ്റ്റിമോണ ഇരിക്കുന്നത്. പക്ഷേ റീഡേഴ്സിന് മാത്രമേ ഉള്ളൂ ആ ട്രൂ ഇൻറ്റൻഷൻ മനസ്സിലാകുന്നത്. കാരണം അവളെ ആ ബെഡിൽ വെച്ച് തന്നെയാണ് കൊല്ലുന്നത്. അപ്പോൾ ഡെസ്റ്റിമോണയുടെ ആ ഒരു ഇൻറ്റ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സത്യമാവുകയാണ് ചെയ്യുന്നത് ആ വില്ലോ സോങ്ങിലൂടെ. അപ്പോൾ എമീലിയ അപ്പം അതുമാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ടിന് ശേഷം എമീലിയയും എമീലിയയുടെ ഹസ്ബൻഡായിട്ടുള്ള ഇയാഗോ കുത്തിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ടിലുള്ള ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു മരത്തിന് താഴെ ഇരുന്നാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ ആ ഒരു കൈ നെഞ്ചത്ത് വെച്ച് കാലുമുട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡെസ്റ്റിമോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിമോണയുടെ കണ്ടീഷനും അതുപോലെ തന്നെയാണ്. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഡെസ്റ്റിമോണയുടെ ആ ഒരു ഡോറിൽ, അതായത് ഒരു ഡോറിൽ മുട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്താണ് വന്ന് വരുന്നതെന്നാണ് പറയുന്നത്. ഡെസ്റ്റിമോണിക്ക് ഈ പാട്ടിന് ശേഷം ഡെത്താണ് ഡെസ്റ്റിമോണിയെ വിസിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഷേക്സ്പിയർ ഒരു ക്ലൂ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ ആണ് ഒഥല്ലോയുടെ മൈൻഡിൽ ഇൻഫെക്റ്റ് ചെയ്തിരുന്നത്. അതായത് ജലസി, ഗ്രീൻ ഐഡ് മോൺസ്റ്റർ എന്ന് വെച്ചാൽ ജലസിയാണ് പറയുന്നത്. സെക്ഷൽ ജലസി കാരണമാണ് ഒഥല്ലോ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെക്ഷൽ ജലസിയുടെ ഗ്രീൻ കളർ എന്ന് വെച്ചാൽ ജലസിയാണ് കാണിക്കുന്നത്. ആ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ വന്നതുകൊണ്ടാണ് ഒഥല്ലോ എന്നെ സംശയിക്കാൻ കാരണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഡെസ്റ്റിമോണ പറയുന്നത്. അങ്ങനെ അതായത് ബെഡെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡെസ്റ്റിമോണ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡെസ്റ്റിമോണയുടെ സിറ്റുവേഷനാണ് ഈ ഒരു പാട്ടിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇവൾക്കും മനസ്സിലായ ഹസ്ബൻഡിന് ഇവളെ ഒട്ടും ഇഷ്ടമല്ലെന്ന്. സോ ഷീ ഈസ് ഹാർട്ട് ബ്രോക്കൺ. അപ്പോൾ ഈ പാട്ടിലുള്ള മനുഷ്യനാണെങ്കിലും ഒഥല്ലോ ആണെന്നുണ്ടെങ്കിലും ക്രൂവലായിട്ടാണ് ഡെസ്റ്റിമോണയാണെങ്കിലും ആ പാട്ടിനകത്തുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിലും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ ഇവർ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ ഇവർ അൺഫെയ്ത്ത്ഫുൾ ആണെന്ന്, പിന്നീടാണ് കൊന്നുകളയുന്നത്. മറ്റേ പാട്ടിനകത്താണെങ്കിൽ ബാർബറ എന്നുള്ള സ്ത്രീ ഈ പാട്ട് പാടി പാടി കരഞ്ഞ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വില്ലോ സോങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സിംബലൈസസ് എ വുമൺ ഫേറ്റലി ബിട്രേഡ് ബൈ ഹർ ഹസ്ബൻഡ്. എത്ര സ്നേഹിച്ചിട്ടും അയാൾ തിരിച്ചിങ്ങോട്ട് അൺഫെയ്ത്ത്ഫുൾ ആണെന്നും വളരെ ബ്രൂട്ടലായിട്ട് അക്യൂസേഷൻസുമാണ് നടത്തിയിരിക്കുന്നത്. ആൻഡ് അവർ പറയുവാണ്, ഒരിക്കലും ഒരു സ്ത്രീക്ക് അൺഫെയ്ത്ത്ഫുൾ ആവാൻ സാധിക്കുമോ ഹസ്ബൻഡ്സിൻ്റെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണെന്ന് വെച്ചാൽ ഡെസ്റ്റിമോണ അത്രയും ഇന്നസെൻ്റ് ആണ്. അപ്പോൾ ഒരു മാർട്ടിയർ ഓഫ് ലവിൻ്റെ ഒരു രക്തസാക്ഷി എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിമോണയെ വിളിക്കാം. അതായത് ഈ ലവിന് വേണ്ടി അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി സാക്രിഫൈസ്ഡ് ആയതാണ് ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിമോണയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം
ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ പോം എൻഡ് ചെയ്യുന്നത്. അതായത് ഡെസ്റ്റിമോണ ഈസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ഒഥല്ലോ ടു കം ആൻഡ് ദെൻ റീകൺസൈൽ വിത്ത് ഹർ. അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്ത് സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെസ്റ്റിമോണയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഒഥല്ലോ നോ ലോങ്ങർ ലവ്സ് ഹെർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ബാർബറയുടെ സോങ്ങിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ഈ സോങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയെ അവരുടെ ഹസ്ബൻഡ് ഫേറ്റലി ബിട്രേ ചെയ്തു, ചതിച്ചു. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ബാർബറയുടെ കാര്യവും പറയണം. ഒഥല്ലോ എന്ന് പറയുന്നത് ട്രാജഡി ആയിട്ടുള്ള ഒരു പ്ലേ ആണ്, ട്രാജിക് പ്ലേ ആണ്. പിന്നെ ഗ്രീൻ എന്ന് പറയുന്ന കാര്യം എപ്പോഴും ചോദിക്കും. ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗ്രീൻ ഐഡ് മോൺസ്റ്റർ എന്ന് വെച്ചാൽ ഒഥല്ലോയുടെ സെക്ഷൽ ജലസിയാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ സോങ്ങിൻ്റെ മൂഡെന്ന് പറയുന്നത് വളരെ സാഡാണ്, ലമെൻറ്റേഷൻ സോങ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പോൾ ഡെസ്റ്റിമോണയുടെയും ആണെങ്കിലും ഈ പാട്ടിനകത്തുള്ള സ്ത്രീയുടെയും സിറ്റുവേഷൻ ഒന്നാണ്. ഞാൻ പറഞ്ഞു, അവർ രണ്ടുപേരും ഇന്നസെൻസ് ആണ്. അവരുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ്സ് ഇവരെ അക്യൂസ് ചെയ്യുന്നു അൺഫെയ്ത്ത്ഫുൾ ആണെന്നുള്ളത്. പിന്നീട് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ഒരാൾ കരഞ്ഞ് കരഞ്ഞ് പാടി പാടി മരിക്കുന്നു, ഡെസ്റ്റിമോണയെ ഒഥല്ലോ സ്ട്രാങ്കിൾ ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡെസ്റ്റിമോണയും രണ്ടുപേരും നല്ല രീതിയിൽ മാഡായിട്ട് ലവ് ചെയ്തതാണ് ഹസ്ബൻഡിനെ. പക്ഷേ അവർക്ക് തിരിച്ചു കിട്ടിയത് ബിട്രയലാണ്. അപ്പോൾ ഡെസ്റ്റിമോണിയ ഒഥല്ലോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പക്ഷേ റീഡേഴ്സിന് മാത്രമാണ് നമുക്ക് അയാളുടെ ട്രൂ ഇൻറ്റൻഷൻ അറിയാവുന്നത്. അവരെ ആ ബെഡിൽ വെച്ച് തന്നെ അവസാനം എന്ത് ചെയ്യുകയാണ്, കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.